നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഓണത്തിന്റെ വരവറിയിച്ച് അത്തമെത്തി. പൂക്കളങ്ങൾ തീർത്ത് ഓണത്തെ വരവേൽക്കുവാൻ ജനങ്ങൾ ഒരുങ്ങി. കേരള കാർഷിക സർവകലാശാലയിലെ കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ സർവകലാശാല ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ. പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ അത്തം നാളിൽ BJPയുടെ നിരാഹാര സമരം ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് സെപ്റ്റംബർ 6. അത്തം ഓണത്തിന്റെ വരവറിയിച്ച് അത്തപ്പൂക്കളങ്ങൾ നിരന്നു. ഇനി 10 നാൾ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ദിവസങ്ങൾ. 15-നാണ് തിരുവോണം. തൃശൂരിന്റെ ഓണവരവ് അറിയിച്ച് തെക്കേ ഗോപുരനടയിൽ വൻ പൂക്കളം ഇക്കൊല്ലവും ഒരുങ്ങി. വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് ആദരമർപ്പിച്ച് പൂക്കളം ചെറുതാക്കി. രാവിലെ 8 മണിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ പൂക്കളം സമർപ്പിച്ചു. പതിവിന് വിപരീതമായി ഇക്കൊല്ലം മിക്കവാറും പഞ്ചായത്തുകളിൽ പൂക്കൃഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂവിന് വില കുറവാണ്. പൂവിന്റെ വരവ് വർദ്ധിച്ചതും വില കുറയാൻ കാരണമായതായി കച്ചവടക്കാർ പറയുന്നു. ഇത്തവണയും ബാംഗ്ലൂർ, ദിണ്ടിക്കൽ, ഹോസൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം പൂക്കൾ എത്തിയിരുന്നു. പൂക്കളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചെണ്ടുമല്ലിക്ക് 50 മുതൽ 60 വരെയാണ് മൊത്തവില. ചില്ലറ വിൽപ്പന 100 മുതൽ 120 വരെയാണ്. റോസിനും ജമന്തിക്കും മൊത്ത വിപണിയിൽ 280 രൂപയാണ്. ചില്ലറ വിപണിയിൽ 380 മുതൽ 400 രൂപ വരെയാണ്. അരളിക്ക് 200 മുതൽ 300 രൂപ വരെയും. വാടാർമല്ലി 150, ആസ്ട്ര 280 എന്നിങ്ങനെ മൊത്തവിലയാണ്. ചില്ലറ വിൽപ്പനയിൽ വലിയ വർധനവ് കാണാനില്ല. ഇത്തവണ കിറ്റിന്റെ വില 50-ൽ നിന്ന് 100 ഉയർത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തം പൂവരവിലും വിൽപ്പനയും കാണാനില്ല. ജനങ്ങൾ ആഘോഷത്തിൽ തന്നെയെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇനി 10 നാൾ പൂക്കളങ്ങൾ കാണുന്ന ജനം വിധി പറയട്ടെ. ഫെബ്രുവരി മാസം മുതൽ സ്ഥിരം തൊഴിലാളി ഒഴിവുകൾ ഉണ്ടായിട്ടും അധികൃതരുടെ അനാസ്ഥ മൂലം കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താതെ അനാസ്ഥ തുടരുന്നതിനെതിരെ കേരള കാർഷിക സർവകലാശാല വർക്കേഴ്സ് വെള്ളാനിക്കര സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവകലാശാല കാര്യാലയത്തിനു മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സർവകലാശാല ഉത്തരവുകൾ പ്രകാരം സ്ഥിരം ഒഴിവുകൾ ഉണ്ടെങ്കിൽ കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് പറയുന്നുണ്ടെന്നും എന്നാൽ അത്തരം ഉത്തരവുകളെ ഒന്നും മാനിക്കാതെ മേധാവിമാർ കാട്ടുന്ന വ്യക്തി താൽപര്യങ്ങളാണ് ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താതെ മുന്നോട്ടു പോകുന്നതിന് കാരണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച വർക്കേഴ്സ് വെള്ളാനിക്കര വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് കുറ്റപ്പെടുത്തി. അത്തരം വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുവാനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മാത്രമല്ല, സർവകലാശാല സ്ഥിരം തൊഴിലാളികളുടെ അംഗസംഖ്യ പുനർനിർണയം നടത്താതെ വർഷങ്ങളായി തുടരുന്നത് മൂലം ഇപ്പോഴും കാലങ്ങളായി കാഷ്വൽ തൊഴിലാളികളായി തുടരുന്ന തൊഴിലാളികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും അവരെ ഒന്ന് സമാധാനിപ്പിക്കുവാൻ പോലും ഒരു നല്ല വാക്ക് പറയുവാൻ തയ്യാറാകാത്ത ഇടത് വലത് സംഘടനകൾക്ക് വർക്കേഴ്സ് സംഘിന്റെ പ്രതിരോധിക്കാൻ വളർച്ച തടയാൻ ഇന്ത്യയിൽ മുന്നണി രൂപീകരിച്ചു. പ്രഹസന സമരങ്ങൾ നടത്തുവാൻ നേരമുണ്ടെന്നും തൊഴിലാളികളുടെ ജീവിതഗന്ധിയായിട്ടുള്ള അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. സ്ഥലം MLAയും സർവകലാശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മന്ത്രിയും എല്ലാ അധികാരികളും ഉണ്ടായിട്ടും തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുവാനോ അനുബന്ധ വിഷയങ്ങളിലോ ഒന്നും ഇടപെടാൻ തയ്യാറാകാതെ ഇതെല്ലാം എങ്ങനെ തങ്ങളുടെ അനുകൂല സംഘടനകൾക്ക് എങ്ങനെ അനുകൂലമാക്കാമെന്ന ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മൗനം ഭജിക്കുകയാണെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ഷിനോജ് ആരോപിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച ധർണയ്ക്ക് വർക്കേഴ്സ് സംഘ് വെള്ളാനിക്കര സംഘം സെക്രട്ടറി ശ്രീ അഖിൽ ഷൺമുഖൻ നേതൃത്വം നൽകി. വെള്ളാനിക്കര സംഘം പ്രവർത്തകർ എല്ലാം പങ്കെടുത്ത ധരണയ്ക്ക് സംഘത്തിന്റെ ഖജാൻജിയായ ശ്രീ ബിനോജ് നന്ദിയും അറിയിച്ചു.
പല സമയത്തും നമ്മൾ ഈ ഒരു കാര്യാലയത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. പല ആവശ്യങ്ങളുമായും നമ്മൾ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി, ഇനിയും നമ്മളിവിടെ കയറാൻ വേണ്ടി നിൽക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ പല വിധത്തിലുള്ള സമരങ്ങളും നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ അതിന് കാര്യങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പോസിറ്റീവായ നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിതൃത്വം പലരും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്നും നമ്മൾ സമാനമായ മറ്റൊരു ആവശ്യവുമായിട്ടാണ് നമ്മുടെ കാര്യാലയത്തിന് മുന്നിൽ വന്നിട്ടുള്ളത്. അതെന്നത് സ്ഥിരം തൊഴിലാളികളുടെ ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിട്ടും ആ തൊഴിലാളികളുടെ ഇപ്പോൾ നിലവിലുള്ള കാഷ്വൽ തൊഴിലാളികളെ ആ സ്ഥിരം പോസ്റ്റിലേക്ക് നിയമിക്കുന്നില്ല എന്ന അധികാരികളുടെ ഒരു പ്രതിഷേധ മനോഭാവം, തൊഴിലാളികളോടുള്ള വിവേചനം അത് അവസാനിപ്പിക്കുക എന്ന ആവശ്യവുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ഥിരം തൊഴിലാളികൾ വിരമിച്ച ഒഴിവിലേക്ക് കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക. ജില്ലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുവാനും അവരുടെ ആശയങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുവാനും എല്ലാ ആഴ്ചയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖത്തിൽ വഴക്കുംപാറ ചുവന്നമണ്ണ് SN കോളേജിലെ വിദ്യാർത്ഥികൾ കളക്ടറുമായി സംവദിക്കാനെത്തി. വിദ്യാർത്ഥി സംഘത്തെ ജില്ലാ കളക്ടർ സ്വീകരിച്ചിരുത്തി 1 മണിക്കൂറോളം സമയം വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. വിദ്യാർത്ഥികൾ ജില്ലാ കളക്ടറുമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മികച്ച വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി എന്തെല്ലാം ചെയ്യാനാകുമെന്നും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. പാണഞ്ചേരി വില്ലേജിലെ പൂവഞ്ചിറ വെള്ളച്ചാട്ടത്തിന്റെയും പീച്ചി ഡാമിന്റെയും ടൂറിസം സാധ്യതയെക്കുറിച്ചും കളക്ടറോട് സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾ കേട്ടതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകി. തൃശൂർ ജില്ലയിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന മാറ്റത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അറിയുവാൻ താൽപര്യമുണ്ടായിരുന്നു. തൃശൂർ ജില്ലയുടെ വികസനത്തിനായി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ നൂതന ആശയങ്ങൾ ക്ഷണിക്കുന്നതായി ജില്ലാ കളക്ടർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടത്തിയ മുഖാമുഖത്തിൽ വഴക്കുംപാറ ചുവന്നമണ്ണ് SN കോളേജിലെ അധ്യാപികമാരായ VG രാഖില, KS ബബിത എന്നിവരോടൊപ്പം 25 ബിരുദ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഓരോ ആഴ്ചയും ഓരോ സ്കൂളിലെയും കോളേജുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആശയവിനിമയം നടത്തുന്നതിന്റെ ഭാഗമായാണ് മുഖാമുഖം സംഘടിപ്പിക്കുന്നത്. എല്ലാ ആഴ്ചയും നടത്തുന്ന മുഖാമുഖത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലായി പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും വേലൂർ ഗ്രാമപഞ്ചായത്തിലെ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു. പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, KC അഭിലാഷ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, മണ്ഡലം മുൻ പ്രസിഡന്റ് ഷിബു പോൾ, ജിഫിൻ ജോയ്, ബാബു പാണങ്കുടിയിൽ, ശകുന്തള ഉണ്ണികൃഷ്ണൻ, സുശീല രാജൻ, PG ബേബി, TV ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ബാബു തോമസ് സ്വാഗതം പറഞ്ഞു. അതുപോലെ തന്നെ കോഴി വളർത്തുന്ന ഒരു കോഴി മുഴുവൻ രാത്രി ഒരു സുപ്രഭാതത്തിൽ വെള്ളം വരികയാണ്. യാതൊരുവിധ ഇൻഫർമേഷൻ ഇല്ല. പീച്ചിയുടെ താഴ്വാരത്തുള്ള പല ആളുകളും ശിവമാഷ് എന്നെ ഒരു ദിവസം കൊണ്ടുപോയപ്പോ പറഞ്ഞു, ഞങ്ങൾ മൂട് തുണി എടുത്തിട്ടാണ് ഓടിയത് വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ ഉപകരണങ്ങൾ പോലും മാറ്റാൻ സാധിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്തത് കുറ്റകരമായ അനാസ്ഥയല്ലേ എന്നിട്ടാണ് അവരെ വെള്ളം പൂശാൻ രവീന്ദ്ര മാഷിന് നാളമില്ല വീഡിയോ ഇറക്കാൻ. ഇത് നിങ്ങളുടെ കുറ്റകരമായ അനാസ്ഥയാണ്. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് എന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. എല്ലാ കൊല്ലം ഡാം തുറക്കുമ്പോൾ മന്ത്രി അവിടെ വന്നു നിൽക്കും, ചാനലുകാരെ വിളിക്കും, ആ ഡാം തുറക്കുന്നത് വീഡിയോ എടുക്കും, എല്ലാ ചാനലിലും അദ്ദേഹം ഒരു ബൈക്ക് കൊടുക്കും. ഈ പണി ചെയ്യാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, റൂൾ കർവ് തിയറി പാലിക്കാതെ ഇത് നടത്തിയത് കുറ്റകരമായ അനാസ്ഥയാണ്, കെടുകാര്യസ്ഥതയാണ്, ഗുരുതരമായ വീഴ്ചയാണ്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാണ്. ഈ പാവപ്പെട്ടവർക്ക് സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്ന കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ അത്തം നാളിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ഭരണത്തിലിരിക്കുന്ന ബാങ്കിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കുന്നതെന്നും
പണം തട്ടിയെടുത്തവർ ആര് തന്നെയായാലും അവരെയെല്ലാം നിയമത്തിന് മുമ്പിൽ എത്തിക്കുമെന്നും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന കാര്യം ആരും മറക്കണ്ട എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ അനീഷ് കുമാർ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് വിപിൻ അയനിക്കുന്നത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ സുന്ദരരാജൻ, മുരളി കോളങ്ങാട്, മധ്യമേഖലാ ഉപാധ്യക്ഷൻ ബിജോയ് തോമസ്, ജില്ലാ സെക്രട്ടറി NR റോഷൻ, മഹിളാ മോർച്ച സംസ്ഥാന ട്രഷറർ സത്യലക്ഷ്മി, ഷാജൻ ദേവസ്വം പറമ്പിൽ, പ്രിയ റിജി, സുരേഷ്, സുശാന്ത്, ജെയിൻ തുടങ്ങിയവർ സംസാരിച്ചു. നടത്താനുള്ള സാഹചര്യം ഏറെക്കുറെ നാട്ടുകാർക്ക് അറിയാം. ഈ കുട്ടനല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള തട്ടിപ്പാണ് CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഈ ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബാങ്കിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് 110 കോടിയാണ്. ഈ ബാങ്കിൽ നടന്നു എന്ന് സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിൽ അവര് കണ്ടെത്തിയിട്ടുള്ളത് 32 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ്. തൃശൂരിലെ മതേതര സമൂഹത്തെ വഞ്ചിച്ച പിണറായി വിജയൻ രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി. RSSുമായി ഡീലുണ്ടാക്കി വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനെ ചുക്കാൻ പിടിക്കുകയും അതുവഴി തൃശൂരിലെ മതേതര സമൂഹത്തെ പച്ചയായി വഞ്ചിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ മതേതര കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുവാൻ അർഹതയില്ലെന്നും ജനം ആട്ടിയിറക്കും മുമ്പ് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലതെന്നും വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK അസ്ലം പറഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് തൃശൂരിലെ പൂരം കലക്കിയും മറ്റും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ BJP വിജയത്തിന് വഴിയൊരുക്കുന്ന നടപടികളാണ്. സ്വന്തം കേസുകൾ ഡീൽ ചെയ്യാൻ വേണ്ടിയാണോ അതോ മക്കൾക്കെതിരെയുള്ള കേസുകളും കരുവന്നൂരിലെ കേസുകളും ഒതുക്കുവാൻ വേണ്ടിയാണോ ഈ ഡീൽ നടത്തിയതെന്ന് വെളിപ്പെടുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഭരണപക്ഷ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ADGPക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രി സന്നദ്ധനാവുകയാണ് വേണ്ടത്. കേരളത്തിന്റെ പോലീസ് RSSന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം പിണറായി വിജയന്റെ ആദ്യ ഭരണം മുതൽ തന്നെ വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഉന്നയിക്കുന്നതാണ്. അതിനെ ശരിവെക്കുന്നതാണ് ഭരണപക്ഷ MLA PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്നും കുറ്റവാളിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചൊഴിയും വരെയും ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിനി ടൂറിസ്റ്റ് ഹോമിന്റെ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിനു മുമ്പിൽ സമാപിച്ചു. പ്രതിഷേധക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമൈറ KS, ട്രഷറർ ആരിഫ് മുഹമ്മദ്, സെക്രട്ടറി സരസ്വതി വലപ്പാട്, ജില്ലാ കമ്മിറ്റി അംഗം ഉസ്മാൻ മുല്ലക്കര, മണ്ഡലം നേതാക്കളായ റഫീഖ് PH, നിഷാദ് MH, ഷാഹിം KB, ഹൈറുനീസ, സുഹൈബ് അലി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. തൃശൂർ സബ് കളക്ടറായി അഖിൽ വി മേനോൻ ചുമതലയേറ്റു. തൃശൂർ സബ് കളക്ടറായി അഖിൽ വി മേനോൻ ചുമതലയേറ്റു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADMT മുരളി തുടങ്ങിയവർ ചേർന്ന് സബ് കളക്ടറെ സ്വാഗതം ചെയ്തു. സ്ഥലം മാറിപ്പോകുന്ന സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖിൽ നിന്നും അഖിൽ വി മേനോൻ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗറിന്റെ സാന്നിധ്യത്തിലാണ് ചുമതലയേറ്റത്. തൃശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശിയായ അഖിൽ വി മേനോൻ തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടറായാണ് സർവീസിൽ പ്രവേശിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ വിജയിച്ച് പരിശീലനത്തിനിടെയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കുന്നത്. 2022 ബാച്ചിലാണ് സിവിൽ സർവീസിൽ പ്രവേശിച്ചത്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം.
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ഗുരുതി തറയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത്. ഏകദേശം 5000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരങ്ങൾ. ഇന്ന് രാവിലെ 9 മണിയോടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളം സ്വദേശി വാവ അനിലാണ് മോഷണത്തിന് പുറകിലെന്നാണ് പോലീസിന്റെ നിഗമനം. ക്ഷേത്രത്തിലെ ആൽത്തറ, നാഗത്തറ എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ഇവിടങ്ങളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല. ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള റെയിൽപാത വഴിയാണ് മോഷ്ടാവ് എത്തിയിട്ടുള്ളത് എന്നാണ് സൂചന. ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ചിട്ടാണ് മോഷണം നടന്നിട്ടുള്ളത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷണങ്ങൾ നടക്കുന്നതായി സ്ഥലത്തെത്തിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാം ചൂണ്ടലാത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 1 മണിക്ക് ശേഷമാണ് കളവ് നടന്നിരിക്കുന്നത്. ഒരു ഭണ്ഡാരം മാത്രമേ കുത്തിത്തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റേ ഭണ്ഡാരങ്ങളൊന്നും കുത്തിത്തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ ട്രാക്കിൻ്റെ പുറകിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. 2 സെക്യൂരിറ്റി ജീവനക്കാരിവിടെ ഉണ്ട്. CCTV ഉണ്ട്. പോലീസ് രാവിലെ തന്നെ ഇവിടെ എത്തി. അതിൻ്റെ മഹസൂം 3 പോലീസുകാർ ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വിജിലൻസ് വിഭാഗമുണ്ട് ദേവസ്വത്തിൻ്റെ, അവരിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരിതാ എത്തി. പിന്നെ പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. മോഷ്ടാവിൻ്റെ ചിത്രം കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു ദേവസ്വം ഈ ക്ഷേത്രങ്ങളിലെ ഈ മൺസൂൺ കാലം ആരംഭിച്ചതിന് ശേഷം ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോഷണം നടന്നിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾക്കെതിരിച്ച് മോഷണം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രധാന ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ യോഗം ഓൺലൈനിൽ വിളിച്ചു ചേർത്തു. റഷ്യയിൽ മരണപ്പെട്ട സന്ദീപിന്റെ കുടുംബത്തെ സമാശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ സത്വര നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി. കല്ലൂർ നായരങ്ങാടിയിലെ സന്ദീപിന്റെ വീട്ടിലെത്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ചത്. വിദേശകാര്യ വകുപ്പിലും എംബസിയിലും ബന്ധപ്പെട്ടതായും മൃതദേഹം ഉടനെ തന്നെ നാട്ടിലെത്തിക്കുവാൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അകമലയിലെ തെരുവുനായ പുനരധിവാസ കേന്ദ്രത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പനയെന്ന് സംശയം. 650 ഗ്രാം കഞ്ചാവുമായി പുനരധിവാസ കേന്ദ്രത്തിലെ ജീവനക്കാരനായ ആസാം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെരുവുനായ്ക്കളെ പാർപ്പിക്കുന്ന അകമല പട്ടാണിക്കാടിലെ
ഷെൽട്ടർ ഹോമിന്റെ മറവിലാണ് കഞ്ചാവ് വിൽപ്പനയെന്നാണ് പോലീസ് വൃത്തങ്ങളുടെ സംശയം. 650 ഗ്രാം കഞ്ചാവുമായി ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരനായ ആഷിഖിനെ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇവിടം. വ്യാഴാഴ്ച രാത്രി 9:30 അന്വേഷണത്തിന്റെ ഭാഗമായി മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട ജീവനക്കാർ ഷെൽട്ടർ ഹോമിനുള്ളിലേക്ക് ഓടി മറയുകയായിരുന്നുവെന്നാണ് പറയുന്നത്. നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെ വനാതിർത്തിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തെരുവുനായ പുനരധിവാസ കേന്ദ്രം പ്രദേശത്തു നിന്നും മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുത്തൂർ സെന്റർ വികസനം നീണ്ടുപോകുന്നതനുസരിച്ച് റോഡിലെ കുഴികളുടെ ആഴവും എണ്ണവും കൂടുന്നു. യാത്രാ ദുരിതത്തിൽ പുത്തൂർ സെന്റർ. പുത്തൂർ പൗണ്ട് റോഡ് മുതൽ പുത്തൂർ നമ്പ്യാർ റോഡ് വരെയുള്ള ഭാഗത്താണ് വ്യാപകമായി കുഴികൾ നിറഞ്ഞിരിക്കുന്നത്. വലിയ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹന യാത്രക്കാരും ഇത്തരം കുഴികളിൽ ചാടി വേണം പോകുവാൻ. വേഗതയിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം യാത്രാ ദുരിതം പരിഹരിക്കാനായി വലിയ കുഴികൾ അടയ്ക്കുവാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പുത്തൂർ സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് ഇരുഭാഗങ്ങളും വീതി കൂട്ടി പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നുണ്ട്. എങ്കിലും നിലവിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ 3 ദിവസം മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിപണനവും നിർമ്മാണവും നടത്തുന്നു. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ സുഭിക്ഷം 24 എന്ന പേരിൽ പരിപാടിയിലേക്ക് പൊതുജനങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഭക്ഷ്യോൽപാദനം പഠിക്കുവാനും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൂടുതൽ അറിയുവാനും ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുക്കുവാൻ അവസരമുണ്ട്. 2700 രൂപയാണ് 3 ദിവസത്തെ ഫീസ്. പഠനശേഷം സർട്ടിഫിക്കറ്റ് നൽകും. താമസം, ഭക്ഷണം എന്നിവയും നൽകുമെന്നും അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9846581332 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 7592068853 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ 12 കർമ്മപരിപാടികളുടെ ഭാഗമായി കളക്ട്രേറ്റ് അങ്കണത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് എ ബ്രേക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ സംയുക്തമായാണ് ടേക്ക് എ ബ്രേക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 2 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ മുകൾ നിലയിൽ ടീ, സ്നാക്സ്, പാഴ്സൽ ഭക്ഷണം തുടങ്ങിയവ നൽകുന്നതിനുള്ള ക്യാന്റീനും താഴെ പ്രീമിയം വിഭാഗങ്ങളിലുള്ള പേഡ് ശുചിമുറികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ കോർപ്പറേഷൻ CDS 2 ശ്രേയസ് കഫേ കുടുംബശ്രീ യൂണിറ്റിലെ 5 അംഗങ്ങളാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 949522
5992. വീണ്ടും വാർത്തയിലേക്ക്. മാള ഹോളി ഗ്രേസിൽ ഡിസംബർ 2-3 തീയതികളിൽ സ്റ്റോഗോ ഫെസ്റ്റ് കോപ്പ് അവാർഡ് 2024-25 കേരള റീജിയണൽ അവാർഡ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദി മോൺഫോർട്ട് യൂണിവേഴ്സിറ്റി, അബുദാബി യൂണിവേഴ്സിറ്റി, ഖലീഫ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജയേഷ് സെബാസ്റ്റ്യൻ, ആർ ലിൻഡോ, MP സുരേന്ദ്രൻ, ഡോക്ടർ MG ഗിരീശൻ, ജോസ് കണ്ണംപള്ളി, ബെന്നി കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരിമത്രയിലെ കിടപ്പു രോഗികൾക്കുള്ള മുഴുവൻ വീടുകളിലേക്കും ഓണത്തിനോടനുബന്ധിച്ച് പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു. സംഘം പ്രസിഡന്റ് സന്തോഷ് ഏറക്കാടിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായ AR കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ തോമസ് പുത്തൂർ, കുട്ടൻ മച്ചാട്, വിനോദ് മാടവന, ജസ്റ്റിൻ പാണേങ്ങാടൻ, NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, PT ഔസേബ് തുടങ്ങിയവർ സംസാരിച്ചു. AR ഫൈസൽ, ബേബി അറക്കൽ, PS ആൽബിൻ, AB ആഷിഖ്, KC സെബാസ്റ്റ്യൻ തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം കൊടുത്തു. മാത്രമല്ല നിരവധിയായിട്ടുള്ള സാമൂഹ്യപരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധിയായ പരിപാടികൾ ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നമുക്കറിയാം, സമാനതകളില്ലാത്ത വലിയ ദുരന്തം വയനാട് മുണ്ടക്കയിലും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഓണാഘോഷത്തിന്റെ പകിട്ട് വളരെയേറെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സഹായങ്ങൾ വളരെ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട കിടപ്പ് രോഗികളായ ആളുകളുടെ വീടുകളിലും സമൃദ്ധമായ ഒരു ഓണം ഉണ്ടാകണമെന്ന ആ വലിയ മനസ്സിന്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഉള്ള എവിടെയാണെങ്കിലും ഓണം വലിയ ആഘോഷത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടി, അതിനേക്കാൾ അപ്പുറത്തുള്ള വലിയ ഉത്സവത്തോടു കൂടിയാണ് ആ ഓണം എല്ലാവരും ആഘോഷിക്കുന്നത്. ദേശീയപാത മരത്താക്കര കുഞ്ഞനംപാറയിൽ പ്രവർത്തിക്കുന്ന ഫാൻസി കടയിൽ തീപിടുത്തം. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. കുഞ്ഞനംപാറ തൃക്കൂർ റോഡിലെ ആവണി കളക്ഷൻ ഫാൻസി ഷോപ്പിനാണ് തീപിടിച്ചത്. പെരുവാങ്കുളങ്ങര സ്വദേശി വിപിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് കടയ്ക്ക് തീപിടിച്ചത്. കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട സമീപത്തെ കടയിലുള്ളവരാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. തുടർന്ന് തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിന്റെ വരവറിയിച്ച് അത്തമെത്തി. പൂക്കളങ്ങൾ തീർത്ത് ഓണത്തെ വരവേൽക്കുവാൻ ജനങ്ങൾ ഒരുങ്ങി. കേരള കാർഷിക സർവകലാശാലയിലെ കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ സർവകലാശാല ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ. പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ അത്തം നാളിൽ BJPയുടെ നിരാഹാര സമരം ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.